കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. നമ്മുടെ കൂടെയുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ അക്കൗണ്ടന്റുമാരായിട്ട് പ്രൊമോഷൻ ആയിരിക്കുകയാണല്ലോ. അക്കൗണ്ടന്റുമാരുടെ സീറ്റിലെ ജോലികൾ എന്താണെന്നുള്ളത് ഈ നമ്മുടെ ചാനലിൽ തന്നെ ഒരു 9 സീരീസായിട്ട് കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും കിലയിൽ നിന്ന് സമയബന്ധമായി തന്നെ ട്രെയിനിങ് ലഭിക്കുന്നതാണ്. ട്രെയിനിങ് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അക്കൗണ്ടൻ്റായിട്ട് ഒരു സീറ്റിൽ ചെന്നാൽ പെട്ടെന്ന് ഓരോ ദിവസം ദൈനംദിനം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും പുതിയ അക്കൗണ്ടന്റുമാരുടെ വീഡിയോയുടെ 10ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ഇവിടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട നമ്മുടെ റിപ്പോർട്ട്സൊക്കെ ലഭിക്കുന്നത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അക്കൗണ്ടിൻ്റെ ലോഗിനിൽ വർക്ക് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് അതിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്ന മെനുവിൽ ഫിനാൻസ് എന്ന സബ് മെനുവിലാണ്. സ്ക്രീനിൽ എല്ലാതും കാണിച്ചു തരാം എങ്ങനെയാണ് ഇതെടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിക്കുന്ന എല്ലാ ക്യാഷിൻ്റെ വിവരങ്ങളും നമ്മുടെ റിപ്പോർട്ട്സിനകത്ത് ക്യാഷ് ബുക്കിൽ റിഫ്ലക്ട് ചെയ്യും. ചില പഞ്ചായത്തുകളിലാണെങ്കിൽ ക്യാഷ് ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിക്കുന്ന ക്യാഷ് അന്നേ ദിവസം തന്നെ ബാങ്കിൽ അടയ്ക്കും. ചില പഞ്ചായത്തുകളിൽ പിറ്റേ ദിവസമായിരിക്കും ബാങ്കിൽ അടയ്ക്കുന്നത്. നിങ്ങൾ എപ്പോൾ തുക ബാങ്കിൽ അടച്ചാലും അപ്പോൾ തന്നെ ഒരു കളക്ഷൻ കൗണ്ടർ ഇടണം. കളക്ഷൻ കൗണ്ടർ എങ്ങനെ ഇടണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കളക്ഷൻ കൗണ്ടർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ബുക്ക് 0 ആയിരിക്കണം. ഇത് നിർബന്ധമായിട്ടും അക്കൗണ്ടന്റുമാർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസം അല്ല ക്യാഷ് അടയ്ക്കുന്നത്, ഇന്നത്തെ കളക്ഷൻ നാളെയാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ബുക്കിനകത്ത് ഇന്ന് ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിച്ച അത്രയും തുക ഉണ്ടായിരിക്കും. അതിൻ്റെ ക്യാഷ്, ലിക്വിഡ് ക്യാഷ് നിങ്ങളുടെ ക്യാഷ് ചെസ്റ്റിലും ഉണ്ടായിരിക്കും. ഇതും ശ്രദ്ധിക്കണം. ഓഫീസിലെ ക്യാഷ് ചെസ്റ്റിന് 3 സെറ്റ് താക്കോൽ ഉണ്ടായിരിക്കണം. അതിൽ ഒരു സെറ്റ് ബാങ്ക് ലോക്കറിലായിരിക്കണം, ഒരു സെറ്റ് അക്കൗണ്ടൻ്റെ കയ്യിലും, ഒരു സെറ്റ് ക്യാഷറുടെ കയ്യിലുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഈ ക്യാഷ് അടച്ചു വന്നാൽ കളക്ഷൻ കൗണ്ടർ എങ്ങനെ ചെയ്യും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇന്നത്തെ എൻ്റെ ഓഫീസിലെ ക്യാഷ് ബുക്ക് 9417 രൂപയാണ്. അത് ഇന്ന് വന്ന കളക്ഷൻ 9417 ആണ്. ഞാൻ ആ തുക ബാങ്കിൽ അടച്ചു. ഇനി കോൺട്ര എങ്ങനെ ചെയ്യുന്നു നോക്കാം. കോൺട്ര ടൈപ്പ് ഡെയിലി കളക്ഷൻ സെലക്ട് ചെയ്തു. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് എന്നവിടെ വന്ന് കിടപ്പുണ്ട്. താഴെ ഡെബിറ്റിൽ ഏത് ബാങ്കിലാണോ തുക അടച്ചത് അത് സെലക്ട് ചെയ്യുക, ആഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നമുക്ക് കോൺട്ര ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് ബാലൻസ് 0 ആയിരിക്കണം. കളക്ഷൻ തുക മാത്രമാണ് ക്യാഷ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ തുക ഇനി 0 ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ദിവസവും ക്യാഷ് ബുക്ക്, ഡേ ബുക്ക് സമ്മറി ഇവയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. ബാങ്കിൽ അടച്ചു വരുന്ന തുകയുടെ റെസിപ്റ്റ് ഡേ ബുക്കിൽ ഒട്ടിച്ച് വെക്കണം. ഇങ്ങനെ വെക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പരിശോധന വരുമ്പോൾ അതിന് നമുക്കൊരു സഹായകരമായിരിക്കും. അതിനാണ് ഈ പറയുന്നത്. ഡേ ബുക്കിനകത്ത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ക്യാഷർ, അക്കൗണ്ടന്റ്, HC അല്ലെങ്കിൽ ജൂനിയർ സൂപ്രണ്ട്, സെക്രട്ടറി എന്നിവർ ഒപ്പുവയ്ക്കണം. ക്യാഷ് ബുക്ക് സമ്മറിയിൽ സെക്രട്ടറിയും അക്കൗണ്ടന്റും ഒപ്പുവെച്ച് സൂക്ഷിക്കണം. നിങ്ങൾ ഏതെങ്കിലും പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, മിക്കവാറും പേയ്മെന്റ് നമുക്ക് ചെയ്യേണ്ടി വരും, ദിവസം പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബന്ധപ്പെട്ട ബാങ്ക് ബുക്കിന്റെ കോപ്പി, അന്നത്തെ ദിവസത്തെ ബാങ്ക് ബുക്കിന്റെ കോപ്പിയും പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കണം. പേയ്മെന്റ് ചെയ്യുമ്പോൾ സെൽഫ് ചെക്ക് എഴുതേണ്ടി വരും. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കുക, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. ഇവിടെ അത് പറയുന്നത് തൽക്കാലം എല്ലാ ദിവസവും ബിംസ്, വെബ്സാങ്ക്യ ഇവയുടെ ലോഗിനിൽ കയറിയിട്ട് ഏതെങ്കിലും അലോട്ട്മെന്റ് വന്നോ എന്ന് ചെക്ക് ചെയ്യണം. പലപ്പോഴും ധനകാര്യ കമ്മീഷൻ അലോട്ട്മെന്റ്, അതുപോലെ GPF, ബിംസിലെ മറ്റ് ഫണ്ടുകളൊക്കെ വരും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് എല്ലാ ബാങ്കുകളുടെയും റിക്കൺസിലേഷൻ പൂർത്തിയാക്കിയിട്ട് റിക്കൺസിലേഷൻ റിപ്പോർട്ട് എടുത്ത് സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിടിച്ച് സൂക്ഷിക്കണം. എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പായിട്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി ആയതിൻ്റെ റിപ്പോർട്ട് അജണ്ടയായിട്ട് അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിലേക്ക് നൽകണം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിപ്പോർട്ടും നമ്മുടെ ILGMS ലഭ്യമല്ല. നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റും ബാലൻസ് ഷീറ്റും നമ്മുടെ ബിൽ രജിസ്റ്ററും ഒക്കെ പരിശോധിച്ച് അങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വേണം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ. GST ഫ്രണ്ട് ഓഫീസിൽ കളക്ട് ചെയ്യണം. സാധാരണ GST ഫ്രണ്ട് ഓഫീസിൽ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത മാസം 20-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വർക്ക് ബില്ലിൽ നിന്ന് GSTയുടെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് 10-ാം തീയതിക്ക് മുമ്പും അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യണം. രണ്ടിലും തുകയില്ലെങ്കിൽ നിൽ റിട്ടേണും ഫയൽ ചെയ്യണം. ശമ്പളത്തിൽ നിന്നോ ഏതെങ്കിലും വർക്ക് ബില്ലിൽ നിന്നോ ഇൻകം ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുക അടുത്ത മാസം 7-ാം തീയതിക്കകത്ത് ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടർലി ആയിട്ടാണ്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നിങ്ങൾ പിടിച്ച ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ജൂലൈ 31-നകമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അക്കൗണ്ടന്റ് അടവാക്കിയ GST അല്ലെങ്കിൽ ഇൻകം ടാക്സ് തുകകൾ, ഇത് കൂടാതെ ട്രഷറിയിൽ നിന്ന് സെക്രട്ടറിയോ അസിസ്റ്റന്റ് സെക്രട്ടറിയോ ഒക്കെ മാറിയ ബില്ലുകളുടെ ഈ TDS ഉണ്ടാവും. അതിന്റെ വിവരങ്ങൾ വെബ്സാങ്കിൽ ഉണ്ടാകും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? TDS ഫയൽ ചെയ്യണം അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഫ്രണ്ട് ഓഫീസ് മുഖേന എടുത്ത ചെക്കുകളോ DDയോ ഉണ്ടെങ്കിൽ അവ ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ് രജിസ്റ്ററിൽ ചേർത്ത്
പിറ്റേ ദിവസം തന്നെ കഴിയുമെങ്കിൽ അന്ന് തന്നെ ബാങ്കിൽ നൽകണം. അവ സമയബന്ധിതമായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. മാറിയ ഡേറ്റ് ഈ ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ് രജിസ്റ്ററിൽ നിങ്ങൾ എഴുതി വെക്കുകയും വേണം. പലപ്പോഴും നമുക്ക് ചെക്കുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ബാങ്കിൽ കൊടുത്താൽ മാത്രം പോരാ, അത് കൊടുത്തിട്ട് അത് എൻകാഷ് ആയോ എന്ന് കൂടി നോക്കണം. എല്ലാ പേയ്മെൻറ്റുകളും സെക്രട്ടറി അപ്രൂവ് ചെയ്തിട്ടാണ് ആ ഫയൽ ക്ലോസ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്രട്ടറിമാരെ പലപ്പോഴും ഫയൽ മാത്രം ക്ലോസ് ചെയ്യുക, അതിനകത്തെ പേയ്മെൻറ്റ് ഭാഗം ശ്രദ്ധിക്കത്തില്ല. പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തതെന്ന് ശ്രദ്ധിക്കണം. ബിൽ രജിസ്റ്റർ, ഏത് പേയ്മെൻറ്റ് കൊടുത്താലും ബിൽ രജിസ്റ്റർ എഴുതണം. ബിൽ രജിസ്റ്റർ എഴുതുമ്പോൾ പ്രത്യേക ഫണ്ടുകൾ, ഇപ്പം ഗ്രാൻറ്റുകളിൽ നിന്നാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതൊക്കെ ഒരു പ്രത്യേക മഷിയിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്രദമായിരിക്കും. ജേണലുകൾ കൈയോടെ പോകുന്നതാണ് നല്ലത്. ജേണലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ ഓരോ ദിവസം ശ്രദ്ധിക്കേണ്ട, എമർജൻസി ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. നമുക്ക് കൂടുതൽ വിവരങ്ങളായിട്ട് മറ്റൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.